നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ ഗോവിന്ദ്, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മേ, ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ആരും ഇവിടെ പുറത്തെങ്ങും കാണുന്നില്ല. എന്റെ ദൈവമേ, ഈ കുട്ടി ഇത് എന്തൊക്കെയാ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവുന്നില്ലേ? എല്ലാരും കൂടി കല്യാണത്തിന് പോയിരിക്കല്ലേ? ആരുടെ കല്യാണം അമ്മേ? ശ്രീദേവിയമ്മ, ഇനി അവളോടൊന്നും പറയരുത്. മോളെ അമ്മു, നീ എന്താ ഇങ്ങനെ ഓരോന്നും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്? അമ്മേ, എന്റെ പേര് ലക്ഷ്മി എന്നാ. ലച്ചു എന്നാ എല്ലാവരും വിളിക്കുന്നത്. ദേ, അയാൾക്കറിയാലോ എന്റെ പേര് ലച്ചു എന്നാണെന്ന്. അമ്മ എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. ആ അമ്മേ, സഞ്ജുവേട്ടനെ വിളിച്ചൊന്ന് വേഗം ഇങ്ങോട്ട് വരാൻ പറയോ? സഞ്ജു ഉടനെ വരും. അത് ഞാൻ ലച്ചുനോട് പറഞ്ഞതല്ലേ. എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. എന്റെ ബാഗ് എവിടെ ഇരിക്കുന്നെന്നറിയില്ല. കുഞ്ഞുട്ടേട്ടൻ ബാഗ് തന്നുവിട്ടതാ. മോനെ, എനിക്ക് പേടിയാവുന്നു. സഞ്ജുവേട്ടൻ വീട്ടിൽ ആരോടും പറയാതെയല്ലേ എന്നെ വിവാഹം കഴിച്ചത്. ഇവിടെയുള്ളവരെന്നെ എങ്ങനെ സ്വീകരിക്കുന്നറിയാതെ പേടിച്ച് ഞാൻ വന്നത്. അമ്മ എന്നെ സ്വീകരിച്ചപ്പോ ആ പേടിയൊക്കെ പോയി. ഇവിടെ വേറെ ആരെങ്കിലും വഴക്ക് പറയുന്നുള്ള പേടി അമ്മയ്ക്കുണ്ടോ? ഒരു വീട്ടിൽ ചെന്ന് എങ്ങനെ പെരുമാറണമെന്ന് മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ അമ്മ പറയുന്നതിനനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. ശ്രീദേവിയമ്മ, ഒന്ന് വന്നേ. മോളെ, അമ്മ ഇപ്പം വരാം. ഈ അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് മാറ്റം വന്നത്? ആദ്യം നല്ല സ്നേഹമായിരുന്നു. സഞ്ജുവേട്ടനെ കാണുന്നുമില്ലല്ലോ. അമ്മൂന് എന്താ പറ്റിയെന്ന് ഗോവിന്ദ് ഒന്നും പറ. പരസ്പര വിരുദ്ധമായ രീതിയില അവൾ സംസാരിക്കുന്നത്. മുറിയിലിരുന്ന മുകുന്ദേട്ടന്റെ ഫോട്ടോ അവൾ ആദ്യമായിട്ട് കണ്ടെത്തി കൊണ്ടുവന്ന് ഇപ്പൊ അവൾക്ക് ആ ഓർമ്മ പോലും ഇല്ലെന്ന്. അതെ അമ്മേ, ലച്ചുവിന് സംഭവിച്ചിരിക്കുന്നത് ഓർമ്മകൾ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അവളിപ്പോൾ ജീവിക്കുന്നത് അവളുടെ കുട്ടിക്കാലം മുതൽ പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ വെച്ച് സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഓർമ്മകൾ വരെയുള്ള കാലത്തായിരിക്കും. അവൻ്റെ കൂടെ സിറ്റിയിലേക്ക് വന്നതോ അവനെ പിരിഞ്ഞ് അവൾ പോയതോ എന്തിന്? സ്വാതിയെ കണ്ടതും ചന്ദ്രകാന്തത്തിലും പിന്നെ മംഗലശ്ശേരിയിലും എത്തിയതുമായ ഒരു ചിത്രവും ലച്ചുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവില്ല. ഇന്ന് താലികെട്ട് കഴിഞ്ഞ് സഞ്ജുവിൻ്റെ വീടെത്തിയതായിട്ടാ അവൾ കരുതുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.